ദിലീപ് ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു ഭപ്പപ്പ. വൻ ഹൈപ്പുകളുമായാണ് ഭപ്പപ്പ തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം ബോക്സ് ഓഫീസിൽ നേടാനായില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിക്ക് പിന്നാലെ നടൻ ദിലീപ് നായകനായി എത്തുന്ന ചിത്രം ഭപ്പപ്പ തിയേറ്ററുകളിൽ തകർന്നു. സാധാരണയായി സിനിമകൾ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ആ പതിവ് തെറ്റിച്ച് വ്യാഴാഴ്ചയാണ് ഭപ്പപ്പ പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിലെ ദിലീപിനൊപ്പം മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്നുവെന്ന പ്രത്യേകതയാണ് പ്രചാരണായുധമാക്കിയത്. ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, ശരണ്യ പൊൻവണ്ണൻ, റെഡിൻ കിംസ്ലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് ചിത്രം പുറത്തിറങ്ങിയത്. എന്നാൽ കേവലം ഒരു സിനിമാ പ്രൊമോഷനപ്പുറം സിനിമ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. സമൂഹ മാധ്യമങ്ങളിലടക്കം സിനിമ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ സജീവമായിരുന്നു. എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം ബോക്സ് ഓഫീസിൽ നേടാനായില്ല. ആദ്യ ദിനം മികച്ച കളക്ഷൻ ചിത്രത്തിന് നേടാൻ കഴിഞ്ഞെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ചിത്രം കൂപ്പുകുത്തി. സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 46 കോടിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നാലെ സർവമായ വന്നതോടെ ഫഫബയ്ക്ക് കളമൊഴിയേണ്ടി വന്നു. ജനുവരി 16-നാണ് ഫഫബയുടെ OTT റിലീസ്. ഈ OTT അവകാശം വിറ്റുപോയതാകട്ടെ 10 കോടിക്ക് താഴെ രൂപയ്ക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.